അപ്പൊ പ്രിയമുള്ളവരെ, ഈ ഫ്രീ യാത്രയും കാര്യങ്ങളും ഒക്കെ ബസ്സിൽ നല്ലതാണ്. പക്ഷെ നമ്മള് അതുകൊണ്ട് മറന്നുപോയ ഒരു വിഭാഗമുണ്ട്. അവരുടെ കഥകളുണ്ട്. അതുകൂടെ നമ്മൾ കാണാതിരിക്കല്, സർക്കാർ കാണാതിരിക്കല്. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ജസ്റ്റ് അങ്ങോട്ട് നോക്ക്. അത് ചൂണ്ടിക്കാണിക്കുക. ഇതിൽ കൂടുതൽ തെളിവ് തരാനില്ല. നോക്കിയേ, എത്ര ആണുങ്ങൾ അവിടെ നിൽപ്പുണ്ട്, എത്ര പെണ്ണുങ്ങൾ നിൽപ്പുണ്ട്. ഈ ഫ്രീ സർവീസ് നോക്കിയാണോ നിൽക്കുന്നത്? അത് ചൂണ്ടിക്കാണിക്കുക. മണിക്കൂർ ഏതാണ്ട് ഇപ്പൊ നോക്കിക്കോണം. ബസ് വന്ന് നോക്കിയോ, എന്തായാലും കൂടെ കൊല്ലോ. അതിപ്പോ അതിനകത്ത് കയറുന്ന അത് കഴിയുമ്പോൾ അവിടെ നോക്കിക്കോണം. കണ്ടക്ടർ അറിയാം, ചേട്ടാ നോക്ക്, ഞങ്ങൾ വീട്ടു വഴിക്ക് കൊണ്ടിറക്കുന്നത്. അത് എനിക്കും അറിയാം. കളരിവാദത്തിൽ അപ്പുറത്താ ഈ 18 രൂപ പോയിന്റ്. ഈ 18 രൂപ പോയിന്റിന് വേണ്ടി അവർ മാറി എന്നിട്ട് അന്നേരം പറയുന്നത് എന്തോ, എടി നമുക്ക് ഇതിനകത്ത് പാന്ന് പറയുമ്പോൾ പറഞ്ഞു ഇല്ലടി, നമ്മുടെ വണ്ടി വരും. ഏത് വണ്ടി? 350 രൂപ 400 രൂപ ശമ്പളം. ബാക്കി നമ്മൾ ഓടി ഉണ്ടാക്കേണ്ട ബാറ്റകളാണ്. അപ്പൊ ആ ബാറ്റ ഇപ്പൊ കിട്ടാത്തൊരവസ്ഥയാണ്. 350 രൂപ 400 രൂപ എന്തിനുണ്ട്? ഒരു ഊണ് കഴിക്കണമെങ്കിൽ 80 രൂപ, കാലി ഊണ് കഴിക്കണമെങ്കിൽ 80 രൂപ. അതിന്റെ കൂടെ കാപ്പി കൂടിയും കൂടെ കഴിയുമ്പോഴത്തേന് 150 രൂപ പോയി കഴിഞ്ഞു. പിന്നെ 200 രൂപ എന്തിനുണ്ട്? കുട്ടികളെ പഠിക്കാൻ പോകുന്നു, കുട്ടികളെ പഠിപ്പിക്കണം. ഇതെല്ലാം ഇതിൽ നിന്ന് വേണം. അപ്പൊ ഈ 5 മണിക്ക് ഇപ്പോ സ്വന്തം കാറൊക്കെ ഉണ്ട്. അപ്പൊ ആ കാറിൽ വന്ന് ഇറങ്ങിയിട്ട് സൗജന്യ ബസ്സിന് യാത്ര ഉദ്ഘാടനം ചെയ്യണം, പാട്ട് പാടിയിട്ട്. അങ്ങനെ പാടുന്നത് കണ്ടപ്പോഴാണ് നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നിയത്. കാറുള്ള നഞ്ചിയമ്മയ്ക്ക് ഫ്രീ യാത്ര, ചുള്ളി ഒടിക്കാൻ പോയ കറുപ്പന് ടിക്കറ്റ് എടുക്കണം. ഇതാണ് ഈ നാട്ടിലെ ഇപ്പോഴത്തെ വരട്ട് നിയമം. അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു വിഷയത്തിൽ ഫ്രീ ആയിട്ട് എല്ലാവർക്കും യാത്രയൊക്കെ ചെയ്യിപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ കാണാതെ പോയ ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരാണ് അതിന്റെ പുറകിൽ വരുന്നത്. നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ? അവർക്ക് ആകെപ്പാട് കിട്ടുന്ന 300 രൂപ 350 രൂപ ഡെയിലി വേതനമാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറയും എല്ലാ ബസ്സിലും അങ്ങനെ അല്ലല്ലോ, ആളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. എന്നാൽ 10 ബസ്സെങ്കിൽ 10 ബസ്, ആ ഒരു 10 ബസ്സിന്റെ അവസ്ഥ ഇങ്ങനെ ആയില്ലേ? അതിനാരാണ് കാരണക്കാർ? അതെന്താണ് നമ്മൾ കാണാതെ പോയത്? അത് അവരുടെ കുടുംബം. ഒരു 10 ബസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ബസ്സിൽ ഏറ്റവും കുറഞ്ഞത് 3 തൊഴിലാളികളുണ്ട്. വെച്ച് നോക്കുമ്പോൾ 30 പേര്. 10 ബസ്സൊന്നും അല്ലേ. ഇതിനെ കുറിച്ച് ഏറ്റവും കുറഞ്ഞത് ഒരു 100 ബസ് നമ്മൾ കണക്കിലെടുക്കും. 100 ബസ് വെച്ച് 3 ജീവനക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 300 പേര്. 300 പേരിൽ 300 കുടുംബങ്ങൾ. ആ കുടുംബത്തിൽ എത്ര പേര് കാണും? അപ്പൊ എത്ര പേരായിരിക്കും ഇത് ബാധിച്ചിരിക്കുന്നത്? നമുക്കൊരാൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമുക്കൊരാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ ദ്രോഹിക്കാതിരിക്കുന്നൂടായോ? അപ്പൊ നമ്മൾ ഈ പറയുന്നത് എല്ലാം നല്ലതാണ്, ഫ്രീ ആക്കുന്നതൊക്കെ നല്ലതാണ്, അതിനെതിരല്ല. ഇവരുടെ കാര്യത്തിലൂടെ അർഹമായ രീതിയിൽ ഒരു പരിഗണന ഗവൺമെന്റ് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. സംഭവം സത്യമാണ്, ഇച്ചിരി പരിതാപകരമാണ് അവരുടെ അവസ്ഥ. ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ ആ ഒരു വീഡിയോ കേട്ട സിറ്റുവേഷൻ. ഇതോട്ട് ബന്ധപ്പെട്ട് ഈ ഒരുപാട് ബെഡായും ഒരുപാട് തെള്ളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പൊ അതിനെ എടുത്ത് വിമർശിച്ചുകൊണ്ട് നമ്മുടെ ശാന്തിയുള്ള ദിനേശേട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടിട്ട് സംസാരിക്കാം. 5-ാം തീയതി മുതൽ കേരളത്തിലെ KSRTC ബസ്സുകളിൽ സെലക്ട് ചെയ്ത ബസ്സുകളിൽ പ്രിയദർശിനി യാത്ര, അതിൽ മാത്രം സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന ചില വീഡിയോകൾ കണ്ടാൽ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. ഞങ്ങളൊക്കെ സതീശനെ വോട്ട് ചെയ്തത് മലപ്പുറത്ത് നിന്ന് ഊട്ടി വരെ ഫ്രീ ആയിട്ട് പോകാമല്ലോ എന്ന് കരുതിയാണെന്ന് ഒരു ഉമ്മ പറയുന്നത് എനിക്കറിയാതെ ചിരി വന്നു. UDF ജയിച്ചോട്ടെ, ഞങ്ങൾ ഫ്രീ ആയിട്ട് ഊട്ടി വരെ പോകാം എന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ ഇപ്പോൾ സൗജന്യ ബസ് യാത്ര എന്ന് പറയുന്നത് ഈ പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന് എഴുതിക്കുന്ന ബസ്സിൽ മാത്രമേ കയറാൻ പറ്റും. പിന്നെ നാവെടുത്ത് വളച്ചാൽ കള്ളം മാത്രം പറയുന്ന ഒരാളാണല്ലോ പുതിയ മുഖ്യമന്ത്രി. അതേ ഞാൻ ഇപ്പോൾ വരുന്നതിന് തൊട്ട് മുമ്പ് പത്രസമ്മേളനത്തിൽ എടുത്ത് പറയുകയാണ്, ഇവിടുത്തെ പ്രതിപക്ഷവും ചില പത്രങ്ങളും പറയുന്നു KSRTCയുടെ സാധാരണ ബസ്സുകളെല്ലാം സൂപ്പർ ഫാസ്റ്റ് എന്നൊക്കെ ഒട്ടിച്ചു കളഞ്ഞു എന്ന് പറയുന്നു. ഒരു ബസ്സിൽ ഒട്ടിച്ചിട്ടില്ല എന്ന് പറയുന്നു. സത്യം ഞാൻ നിങ്ങളുടെ തുറന്നു പറഞ്ഞു, രാഷ്ട്രീയമല്ല. ഞാനിപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്ന് തമ്പാനൂർ വരെ എത്തുന്നതിനിടയിൽ ഏറ്റവും കുറഞ്ഞത് 25 ബസ്സെങ്കിലും കണ്ടു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്, സൂപ്പർ ഫാസ്റ്റ് എന്ന് ഒട്ടിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ മുഖ്യമന്ത്രി ഇങ്ങനെ നട്ട കുറുക്കാത്ത കള്ളം പറയുന്നത്? അങ്ങനെ നല്ല തൊലിക്കട്ടിയാണ് കേട്ടോ, കള്ളം പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ്. ഒട്ടിച്ചിരിക്കുന്നു. അതെ, ഞങ്ങൾ സെലക്ട് ചെയ്ത് കുറച്ച് ബസ്സേ ഇവർക്ക് വിട്ട് കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അങ്ങനെ കള്ളം പറയുന്നു. ഒരിടത്തിലും ബോർഡ് ഒട്ടിച്ചു. ഇത് ബോർഡല്ല വെച്ചിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുക. നിങ്ങൾ ഇനി എനിക്ക് തിരുവനന്തപുരത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. തിരുവനന്തപുരത്ത് ബസ്സായ ബസ്സിലെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് സൂപ്പർ ഫാസ്റ്റ്. അതായത് ഫ്രീക്ക് കയറില്ല, പ്രിയദർശിനി ബസ് അല്ല എന്ന്. എനിക്കെന്തോ ഇക്കാര്യത്തിൽ വല്ലാത്ത എതിർപ്പാണ് പുതിയ മന്ത്രിസഭയോട്. സെക്രട്ടേറിയറ്റിൽ ജോലിയുള്ള ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി, ഒരു സ്ത്രീയാണെന്ന് വെച്ചോളൂ, അവരെ ഒരു ബസ്സിൽ വന്നിറങ്ങുമ്പോൾ അവരുടെ ഓഫീസിലെ പിയൂണായ ഒരു ചെല്ലപ്പൻ ടിക്കറ്റ് എടുത്ത് വന്നിറങ്ങുന്നതിൽ ഒരു ശരികേട് ഫീൽ ചെയ്യുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഡെപ്യൂട്ടി സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1.5 ലക്ഷം ശമ്പളം വാങ്ങുന്നവരാണ്. പക്ഷേ സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഫ്രീ ടിക്കറ്റ്. അതേ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പിയൂണിന് ആണാണെങ്കിൽ ടിക്കറ്റ് 30-60 രൂപയെങ്കിലും മിനിമം കൊടുത്തൊക്കെ എടുത്ത് വരണം. 1.5 ലക്ഷം പെൻഷൻ വാങ്ങുന്ന പെണ്ണും പിള്ളേക്ക് ഫ്രീ യാത്ര. ഒരു ലോട്ടറി ടിക്കറ്റ് വിറ്റാൽ 6 രൂപ 30 പൈസ കിട്ടുന്ന ഒരു ലോട്ടറി കച്ചവടക്കാരൻ 30, 40, 50, 60 രൂപ കൊടുത്ത് ബസ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നതിൽ ഒരു അഭംഗിയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കടത്തിൽ നിന്നും കരകയറി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് KSRTC. എത്രയോ മാസം ശമ്പളം പോലും കൊടുക്കുന്നില്ലായിരുന്നു. 1-ാം തീയതി കൊടുക്കാനുള്ള ശമ്പളം 20-ാം തീയതി പകുതി കൊടുക്കും, 30-ാം തീയതി തോന്നുമ്പോൾ കൊടുക്കും എന്നൊക്കെ ആയിരുന്നല്ലോ. ശമ്പളം കൊടുക്കാനാവാതെ, ഡീസലിന് പൈസ കൊടുക്കാനില്ലാതെ ഈ KSRTC പൊളിയരുതേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഞാനിതൊക്കെ ഓർക്കാൻ കാര്യം, നമ്മുടെ ഇതിൽ സിനിമ പറയുന്ന ഈ ചാനലിൽ ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അയ്യപ്പനും കോശിയിലും പാടിയ ഒരു നഞ്ചിയമ്മ ഉണ്ടല്ലോ, നമ്മളെ പാട്ടുകാരി നഞ്ചിയമ്മ ഓസ് ബസ് യാത്ര ഉദ്ഘാടനത്തിന് വയനാട്ടിലാണെന്നോണം വന്നിട്ട് സ്വന്തം കാറിൽ വന്ന് ഇറങ്ങി പാട്ട് പാടുന്നത് കണ്ടപ്പോൾ തോന്നിയ ചിന്തകളാണിത്. നഞ്ചിയമ്മയ്ക്ക് ഇപ്പോൾ സ്വന്തം കാറൊക്കെ ഉണ്ട്.
അപ്പോൾ ആ കാറിൽ വന്ന് ഇറങ്ങിയിട്ട് സൗജന്യ ബസ്സിന് യാത്ര ഉദ്ഘാടനം ചെയ്യുകയാണ് പാട്ട് പാടിയിട്ട്. അങ്ങനെ പാടുന്നത് കണ്ടപ്പോഴാണ് നിങ്ങളോട് പറയണം എന്നെനിക്ക് തോന്നിയത്. കാറുള്ള നഞ്ചിയമ്മയ്ക്ക് ഫ്രീ യാത്ര, ചുള്ളി ഒടിക്കാൻ പോയ കറുപ്പന് ടിക്കറ്റ് എടുക്കണം. ഇതാണ് ഈ നാട്ടിലെ ഇപ്പോഴത്തെ വരട്ട് നിയമം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ആയിട്ട് പറയണം പ്രിയമുള്ളവർ. എനിക്കതല്ല, ഈ സ്ത്രീകൾ സമത്വത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യും, എന്നാൽ ഒരു വശത്ത് അവർക്ക് കിട്ടുന്ന സ്ത്രീ എന്ന നിലയ്ക്ക് അവർക്ക് കിട്ടുന്ന അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യും. ഇതിനകത്തൊരു നയവ്യത്യാസം ഇല്ലേ, അല്ലെങ്കിൽ ഒരു പോരായ്മ ഇല്ലേ? ഈ പറഞ്ഞതുപോലെ പിന്നെ കാറിൽ വന്നിറങ്ങിയ സ്ത്രീക്ക് ഫ്രീ ആയിട്ട് യാത്രയും, ചുള്ളി ഒടിക്കാൻ പോയ അല്ലെങ്കിൽ കൂലിപ്പണി എടുക്കാൻ പോയ, ലോട്ടറി അടിക്കാൻ പോയ ആളിന് കാശും കൊടുക്കണം. അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നോക്കുവാണെങ്കിൽ എന്തായാലും ഒരു നീതിയില്ലായ്മ ഇതിനകത്തുണ്ട്. അപ്പം ഈ ഫ്രീ യാത്ര എന്നുള്ളത്, അപ്പൊ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അർഹമായവർക്കെല്ലാം ഫ്രീ യാത്ര കൊടുക്കണം എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. അതിൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസം വേണ്ട. പിന്നെ അർഹതയുള്ളവർക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാക്കിയാൽ KSRTC മുമ്പോട്ട് പോകുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വശത്തിന് മാത്രം കൊടുക്കുമ്പോൾ ഏകപക്ഷീയമായി പോവാ തീരുമാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെന്ന് പറയുന്നത് സ്ത്രീകൾ ഈ കാലഘട്ടത്തിൽ അവര് സമത്വത്തിന് വേണ്ടി വാദിക്കുകയാണ്, വാദിക്കട്ടെ, തുല്യാവകാശം എല്ലാവർക്കും കിട്ടട്ടെ. അപ്പൊ സ്ത്രീ എന്ന പേരിൽ അന്നേരം പരിഗണനകള് ചൂഷണം ചെയ്ത് മേടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എന്താണ് നോക്കി കാണുന്നത് എന്നുള്ളത് നിങ്ങൾ പറയുക. എന്റെ ഒരു കാഴ്ചപ്പാടിൽ സ്ത്രീകൾക്കപ്പുറം ഇത് അർഹതപ്പെട്ടവർക്ക് പിന്നെ ഫ്രീ ആയിട്ടുള്ള യാത്ര എന്ന നിലയിലേക്ക് മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് നിരാലംബരായ അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന വൃദ്ധരായവര് അല്ലെങ്കിൽ വരുമാനമില്ലാത്തവർ ഒത്തിരി പേരുണ്ട്. അവർക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള അവകാശം കിട്ടുന്ന തരത്തിലേക്ക് ഈ ഒരു കൺസെപ്റ്റ് ഞാൻ കൊണ്ടുപോകണം എന്നുള്ളതാണ്. എല്ലാ യുവാക്കൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങ് കൊടുക്കണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരു മേഖലയാണെങ്കിലും ഫ്രീ ആയിട്ട് മൊത്തത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തൊന്നുമില്ല. കാര്യം അതിനകത്ത് നടപ്പാകാത്ത ഒരുപാട് വശങ്ങളുണ്ടെന്നുള്ളത് നമുക്കറിയാം. എന്തായാലും സാമ്പത്തികം വേണമല്ലോ. ഒരു മേഖല മുമ്പോട്ട് പോകണമെങ്കിൽ അതിലെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ അവസ്ഥയും കൂടെ നോക്കണം. അവർക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുക്കണം. KSRTCയെ സംബന്ധിച്ച് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മുടെ KSRTCയുടെ അവസ്ഥ അറിയാമല്ലോ. അപ്പം അത് വെച്ച് നോക്കുമ്പം അവരുടെ കുടുംബങ്ങൾ പുലരണം. അപ്പം പരിഗണന കൊടുക്കുമ്പോൾ പിന്നെ നിർധനരായവർക്ക് പരിഗണന അതനുസരിച്ച് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസം ഇല്ലാതെ ആ നിയമത്തെ അത്തരത്തിലേക്ക് മാറ്റണം എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. അങ്ങനെ മാറ്റട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അങ്ങനെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പൊ നമ്മുടെ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുക. ഫേസ്ബുക്കിന്റെ പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ പറയുന്നു. അപ്പൊ താങ്ക് യു.